പിന്നെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടു, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, ഇതൊരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലല്ല, ഇത് ഫൺസ്റ്റാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഫേക്കായിട്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഫേക്കായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കാം. ആ ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കിയതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റുകൾ ആഡ് ചെയ്യാം, എല്ലാ റിപ്ലൈസും എല്ലാ കാര്യവും ആഡ് ചെയ്യാം. അവിടെ നമ്മളൊരു യൂസറെ ക്രിയേറ്റ് ചെയ്ത് _പൊടി എന്നൊരു യൂസറെ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വായി തോന്നിയത് അടിച്ചു വിടുക. അതിൻ്റെ ഇടയിൽ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വെരിഫൈഡ് ടിക്കും എല്ലാം വരുത്താനുള്ള ഓപ്ഷൻ അതിലുണ്ട്. പ്ലസ് അടിക്കുന്ന സമയത്ത് എല്ലാ ഓപ്ഷനും അതിൽ കിടക്കുക. അപ്പോൾ ഇതുപോലുള്ളൊരു കമൻറ്റ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. ആരതിയും കമൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് റോബിൻ മറു കമൻറ്റ് ചെയ്തു പറഞ്ഞിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് അണ്ടനും അടകോടനും ഉണ്ടാക്കാവുന്ന സാധനമുള്ളൂ. അത് അവർ ടോളൊന്നുമില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയുകയാണ്. അതൊക്കെ എടുത്തിട്ട് ഭയങ്കര ചർച്ചയാക്കാം. ശരി, പൈസ നമ്മുടെ വീഡിയോ ചെയ്യണമെങ്കിൽ കണ്ടു വേണമല്ലോ. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് 7 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേഷൻ ബിഗ് ബോസിലേക്ക് തിരിയാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ മറ്റുള്ള സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ചെയ്യില്ല എന്നല്ല, കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ബിഗ് ബോസിന് കൊടുക്കാൻ പോവുകയാണ് ഇന്ന് മുതൽ. റിവ്യൂ കേട്ടോ, ലൈവ് കാണാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, ലൈവും കാണുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വൈകുന്നേരത്തെ എപ്പിസോഡൊക്കെ നമ്മുടെ അഭിപ്രായമായിട്ട് പോകുന്നു. ഞാൻ ഇതുവരെ ആര് വരുന്നു ആര് പോകുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റില്ല. ഞാൻ എപ്പോഴും ക്യൂരിയസ് ആണ്. നമുക്കെന്താ വെച്ചാൽ നമുക്ക് ആ ഒരു സർപ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, അത് ആരാ നോക്കുക, ആ പ്രഡിക്ഷൻ ലിസ്റ്റ് നോക്കുക, ആ വക പരിപാടികളൊന്നും നമുക്കില്ല. അപ്പോൾ നമുക്ക് ആരെ വിളിക്കുന്ന സമയത്ത് അത് ആ ഷോനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അതിൻ്റെ മുന്നേ കൂട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനും പറയാനും താല്പര്യമില്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ആരതിപ്പൊടി ഡോക്ടർ റോബിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ നിൽക്കുന്നുണ്ട്. സിമ്പിളാണ്. ആരതിപ്പൊടി ഡോക്ടർ റോബിനെ അൺഫോളോ ചെയ്തു. ഇത് മാത്രമേ സംഭവിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരു ചാനലിലും പല ആൾക്കാർ കണ്ടു. അതിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു, സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് പറഞ്ഞു, ഒരു കമൻറ്റ് ഏതോ ഒരാൾ ആരതിനോട് ചോദിച്ചതിന് ഇയാൾ പിന്നെ ഈ ആരതി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയിൽ എല്ലാ സംഗതികളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഞാൻ നമ്മുടെ കോർ വിഷയം അതായതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് കമൻറ്റും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പറയാം. നിങ്ങളെ കമൻറ്റും സംഭവമൊക്കെ പലരും വീഡിയോ ചെയ്ത് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് 1-2 കാര്യം അതിൽ പറയാനുണ്ട്. എന്താണെന്നറിയോ? ആ കമൻറ്റ് ഇതാണ്: അൺഫോളോ ചെയ്ത് ഫ്രണ്ട്സിനെ അഗെയിൻ ഫോളോ ചെയ്യുക ആൻഡ് സാഡ് സ്റ്റോറീസ് ഇടുക. വാട്ട് ആൻ ഇമ്മച്വർ ആൻഡ് ചീപ്പ് ആക്ഷൻ യു ഡു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കൺഫ്യൂഷൻ ആക്കുക. ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ് ഒരു കുട്ടിക്കളി ആവാതെ കാണുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം, ഒരു ഉപദേശം പോലെ ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കാണുന്നത് പോലുള്ള സംഭവം. ഓക്കെ, ഇത് ആരോ ഒരുത്തനിട്ട കമൻറ്റാന്ന് പറയുന്നു. അതിന് മറുപടിയായിട്ട് ആരതി കൊടുത്തിട്ടുള്ളൊരു മെസ്സേജാണ് ഇന്ന് ഡിസ്കഷനിൽ നിൽക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കമൻറ്റ് പറഞ്ഞത് വളരെ എനിക്കിതിനോട് യോജിക്കുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർ എന്താ പറയുക, ഒരാളായിട്ട് റിലേഷൻഷിപ്പിലോ അയാളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ അയാളെ സ്റ്റാറ്റസ് ഇട്ടിട്ട് അയാളെ അറിയിക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് സോഷ്യൽ മീഡിയ വഴി ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത കാര്യമാണ്. പ്രേമിച്ച് നടക്കുന്ന സമയത്തൊക്കെ ഇത് തോന്നും. ഇതിപ്പോൾ എന്താ വെച്ചാൽ ജൂൺ 26 റിലേഷൻഷിപ്പ്, പിന്നെ എന്താ പറയുക, ജൂൺ 26 കല്യാണം തീരുമാനിച്ചിട്ടുള്ള ആൾക്കാർ സീരിയസ് ആയിട്ടുള്ള ഒരു ലൈഫിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്യുക. ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം, അത് ഇമ്മച്യൂരിറ്റി ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ചെയ്തിട്ട് ഇൻ ദ സെൻസ് ഈ പ്രശ്നങ്ങളെ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നത് വേറൊരു കാര്യമാണ്. ഓക്കെ, ഇതിന് മറുപടിയായിട്ട് ആരതി ഒരു കമൻറ്റ് ഇട്ടു എന്നും പറഞ്ഞിട്ട് ഒരു സ്ക്രീൻഷോട്ടും കൂടെ അയക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആരതിയുടെ കമൻറ്റ് ഇങ്ങനെയാണ്: ജൂൺ 26 MRG മാരേജ് ഫിക്സ് ചെയ്തിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്, ഒരു ചിരി പ്ലസ് വൈഫ് ആവാൻ പോകുന്ന പെണ്ണിൻ്റെ ഫ്രണ്ടിനോട് ക്രഷ് തോന്നുന്നത് ആണോ പിന്നെ മെച്യൂരിറ്റി? രണ്ടാമത്തത്, വോയിസ് എന്നെ കൊണ്ട് പബ്ലിക്കലി ഇടിപ്പിക്കല്ലേന്ന്. ഞാൻ ഈ കമൻറ്റ് വായിച്ച സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇങ്ങനത്തെ കമൻസോ എന്തെങ്കിലും സംഗതി കാണുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് ഇത് എഴുതിയ ശൈലിയാണ് കേട്ടോ. അതായത് കല്യാണം സ്നേഹിക്കുകയല്ല കേട്ടോ, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കല്യാണം തീരുമാനിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി, അതിൻ്റെ ഫിയാൻസ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് എൻഗേജ്മെൻറ്റോട് കഴിഞ്ഞു ആലോചിക്കണം, മാരേജ് ഫിക്സ് ചെയ്തു. അയാളുടെ കേസിൽ അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനും സഹിക്കാത്തൊരു സംഭവമാണ് നമ്മുടെ പാർട്ട്ണർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അത് ഏറ്റവും കള്ളുകൂടി സിഗരറ്റ് വലിനേക്കാളും എന്ത് സംഭവത്തിനേക്കാളും കൂടുതൽ തീരെ സഹിക്കാത്തൊരു സംഭവമാണ് അവിഹിതം എന്നുള്ള സംഭവം. അപ്പോൾ അവിഹിതം എന്നുള്ള സംഗതി ഇതിൽ ഇൻവോൾവ് ആയി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഗതി ആരതിപ്പൊടി റോബിനായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വന്നിട്ടൊരു കമൻ്റ് ഇടാവുന്ന രീതിയിൽ അത്രയും മെച്യൂരിറ്റി ഉള്ളൂ. ഓക്കെ, അൺഫോളോ ചെയ്ത് കണക്കാക്കണ്ട. അത് ഒരു കമൻറ്റിന് മറുപടി കൊടുത്തു എന്ന് ചർച്ച ചെയ്യുന്നത് അത്രയും ലോക്കലാണോ ഇവരൊക്കെ? എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ഇട്ട കമൻറ്റ് ഒരിക്കലും ഒരു ജെനുവിൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ പുറകിൽ ആളുണ്ട്. ആരാന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ അതും ഇങ്ങനെ ഒരു കമൻറ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് എന്നിട്ടൊരു ചിരി ഇടുക പ്ലസ് വൈഫ്, ഇതൊക്കെ ടൈപ്പ് ചെയ്യാൻ തോന്നും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ മെച്യൂരിറ്റീൻ്റെ സ്പെല്ലിങ്ങൊക്കെ ഏത്
പൊട്ടൻ ചങ്കരനും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ഏതൊരു പൊട്ടൻ ചങ്കരനും സ്വാഭാവികമായിട്ടും മെച്യൂരിറ്റിയുടെ സ്പെല്ലിംഗ് ഇതല്ല എന്ന് മനസ്സിലാക്കാം. ഈ ടൈപ്പ് ചെയ്യുന്ന സമയത്തിന് ഇത് സജഷൻ വരുമായിരിക്കാം. പ്രത്യേകിച്ച് ആരതിപ്പൊടി അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. ഞാനൊക്കെ ഒരുപാട് കോൺഷ്യസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ കറക്റ്റ് അല്ലേ എന്ന് ശ്രദ്ധിച്ചിട്ടേ ചെയ്യാറുള്ളൂ. മച്യൂരിറ്റിയുടെ ഒക്കെ സ്പെല്ലിങ് തെറ്റുന്ന രീതിയിൽ ആരതിപ്പൊടി കമൻറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2, വോയിസ് എന്നെക്കൊണ്ട് പബ്ലിക്കലി അല്ല പബ്ലിക്ലി, ഈ പബ്ലിക്കലി എന്നൊക്കെ പറയുന്ന അത്രയും ഒരു ഇംഗ്ലീഷിലുള്ള വിവരം വിദ്യാഭ്യാസം പരിജ്ഞാനം മാത്രമേ ആരതിപ്പൊടിക്കുള്ളൂ എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ കമൻറ്റ് ഇത് ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് വീഡിയോ ആയിട്ട് ചെയ്തേ കണ്ടു. ഈ കമൻറ്റ് ഫേക്കാണെന്ന് എനിക്ക് ഒരു 90% സംശയമുണ്ട്. അത് ഉറപ്പ് തന്നെയാണെന്ന് പറയാം. എനിക്ക് തോന്നുന്നില്ല ആരതിപ്പൊടി ആയിരിക്കും ആ കമൻ്റ് ഇട്ടത് എന്നുള്ളത്. കമൻ്റ് ഇട്ടോ ഇനിയിപ്പോൾ അതിപ്പോൾ പല ആൾക്കാരും പല സംഗതികളും പറയുന്നുണ്ട്. എന്താ റീസൺ വെച്ചാൽ ശ്രദ്ധിക്കേണ്ടത്, ഈ വീഡിയോൻ്റെ അടിയിൽ ഈ ഒരു കമൻറ്റിൽ തന്നെ പറയുന്നത് വോയിസ് ക്ലിപ്പും വീഡിയോ എന്നെ കൊണ്ട് പബ്ലിക്കലി ഇടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. പണ്ട് മുതലേ റോബിൻ്റെ കേസിൽ എല്ലാവരും പറഞ്ഞൊരു കേസാണ് റോബിൻ്റെ വോയിസ് ക്ലിപ്പും ഉള്ളതൊക്കെ തന്നെയാണ്. പല വോയിസ് ക്ലിപ്പുകൾ ഞാനും കേട്ടു. ഓക്കെ, പല വോയിസ് ക്ലിപ്പുകൾ. അപ്പോൾ നമ്മൾ പേഴ്സണലി പല കാര്യങ്ങളും സംസാരിക്കില്ല, ഞാനും പല കാര്യങ്ങളും സംസാരിക്കും. അതൊന്നും പബ്ലിക്കലി കൊണ്ടുവന്ന് ഇടുന്നവരാണ് ചതി ചെയ്യുന്നതെന്ന് ഞാൻ പറയുള്ളൂ. പേഴ്സണലി പല ആൾക്കാരും എന്തൊക്കെ നമ്മളൊന്നും ഇത് പറയാത്ത ആൾക്കാരൊന്നുമല്ലല്ലോ. പേഴ്സണലി പറയുന്ന സാധനം അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്യുക, ആ വോയിസ് റെക്കോർഡ് കൊണ്ടുവന്ന് പുറത്തു വിടുക, മറ്റൊരാൾ സമ്മതം കൂടാതെ പുറത്തു വിടുക, അതൊക്കെ പ്രൈവറ്റ് കോൺവെർസേഷൻസ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഇടുന്നതും അത് ഇടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതും വളരെ മോശമായ കാര്യമാണ്. ഓക്കെ, ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, എല്ലാ ബിഗ് ബോസ് സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഇതുപോലെ കുറച്ച് ഫാഷൻ ഷോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതായത് എനിക്ക് അങ്ങനെയും ഫീൽ ചെയ്യുന്നു. കാരണം സീസൺ 5 തുടങ്ങുന്നതിന് മുന്നേ 4ൻ്റെ വക ഒരു സാധനം കണ്ടു. ഓക്കെ, അങ്ങനെ മാരാര് കയറിയത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം സീസൺ 6 തുടങ്ങുന്നു. 6 തുടങ്ങാൻ നേരത്ത് ഇതുപോലെ ഇന്നിപ്പോൾ സ്വാഭാവികമായിട്ട് സീസൺ 6 തുടങ്ങുമ്പോൾ ഞാനാണെന്നെങ്കിലും ഏത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും സ്വാഭാവികമായിട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോസും കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് എല്ലാ കണ്ടന്റും വരാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 6നെ കുറിച്ചാണ്. ഇവിടെ 5നെ കുറിച്ചല്ല, അതിൻ്റെ മുന്നേ 4നെ കുറിച്ചും റോബിനെ കുറിച്ചും ഡിസ്കഷൻ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയോ ഇവിടെ ഉണ്ട്. റോബിനാണോ ആരതിയാണോ അതോ പിന്നെ അന്തം ഫാൻസ് എന്ന് പറയുന്ന കൂടെ കൂടിയിട്ട് അതിനെ നശിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരാണോ അതോ ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് താല്പര്യമില്ലാണ്ട് ഇവരെ നാറ്റിക്കാൻ നടക്കുന്നവരാണോ, നമുക്കൊന്നും അറിയില്ല. അതല്ല, പണ്ട് റോബിനെതിരെ ഉണ്ടായിരുന്ന എലിഗേഷൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്തു എന്നൊക്കെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞിരുന്നത്. അതായത് സെൻറ്റിമെൻറ്റ്സിലൂടെ ചർച്ച ചെയ്യപ്പെടുക, എനിക്കെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം, അതിന് നെഗറ്റീവായാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ രാവിലെ നോക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോസ് നോക്കുമ്പോൾ എന്നെക്കുറിച്ച് എത്ര പേര് വീഡിയോസ് നോക്കുന്നു, ഞാനൊരു അഭിമാനം കൊള്ളുന്നത് നല്ല രീതിയിലാണ്. റോബിൻ എന്നോട് തന്നെ പറഞ്ഞ കേസാണ്, എന്നോട് ഡയറക്റ്റായിട്ട് ഫോണിൽ പറഞ്ഞാണ് ഞാൻ അങ്ങനെ നോക്കും എന്നും രാവിലെ എൻ്റെ ഒരു അച്ചീവ്മെൻറ്റായി കാണുന്നു. പോസിറ്റീവായിട്ടാണ് ഞാൻ അതിനെടുത്തിട്ടുള്ളത്. കാരണം നമ്മളെക്കുറിച്ച് ആൾക്കാർ ചർച്ച ചെയ്യുന്നു എന്നുള്ള സംഭവം. പക്ഷെ അത് നെഗറ്റീവ് ആണെങ്കിലും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പല ആൾക്കാരും റോബിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. നെഗറ്റീവ് ആ ഛർദിയുടെ കേസൊക്കെ വന്ന സമയത്ത് അല്ലേ, ആ വോമിറ്റിംഗ് ഒക്കെ വന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല, നമുക്ക് ഒന്നും അറിയില്ല. ഈ കമൻ്റ് അടിക്കുന്ന ആൾക്കാർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ എന്നെപ്പോലുള്ള വീഡിയോസ് ചെയ്യുന്നവർക്കും കണ്ടൻറ്റ് മാത്രമാണ് പ്രധാനം. നമുക്ക് ഈ വിഷയം ചർച്ചയാക്കണം, അതിൻ്റെ പേരിൽ കുറച്ച് നമ്മളെ ചാനലും വളരണം, പൈസയും കിട്ടണം, എല്ലാവർക്കും അതിനെ ഉള്ളൂ. അല്ലാണ്ട് പക്ഷേ ഞാൻ ഇവരൊന്നും പേഴ്സണൽ കാര്യങ്ങളിൽ ചെന്ന് ഒരിക്കലും ഇടപെട്ട് സംസാരിക്കില്ല. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർന്നു പോട്ടെ. സീരിയസ്ലി ഈ ചങ്ങാതിരെ ഞാൻ പറഞ്ഞ പോലെ ഈ ചങ്ങാതിരെ ബിഗ് ബോസ് മുതൽ നമ്മൾ അറിയെങ്കിലും ഇവനായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടും ഇവർ എൻഗേജ്മെൻറ്റിന് പോയിട്ടും ഈ കപ്പിളിനെ നമുക്ക് ഇഷ്ടമാണ്. പല ഇൻ്റർവ്യൂ എനിക്ക് ഇഷ്ടമാണ് ഇപ്പോഴും. അതെന്ന് വെച്ചാൽ അവർ നല്ല രീതിയിൽ പോട്ടെ. ഒരു രണ്ട് മനുഷ്യന്മാരാണ്, രണ്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അവരെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കി നാളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ്. അവർക്കിതൊന്നും ഇഷ്യൂ ഉണ്ടാവില്ല. കാരണം ഉണ്ടാവില്ല ഒന്നുമില്ല, മനുഷ്യന്മാരല്ലേ. പക്ഷെ അത് ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ ലൈറ്റായിട്ട് ആ ഇഷ്യൂസിന് എടുക്കുന്ന ആൾക്കാരായിരിക്കാം. കാരണം സോഷ്യൽ മീഡിയയിൽ ഇവർ നിറഞ്ഞു നിൽക്കുന്നവരായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ സംഭവം പറയണതറിയോ, ഇപ്പോൾ ആരതിക്ക് കിട്ടുന്ന സൈബർ ബുള്ളിങ് ഭയങ്കര സ്ട്രോങ് ആണ്. അതിൻ്റെ കമൻസൊക്കെ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ദിൽഷാൻ്റെ ഒരു ദിൽഷ 2.0 പോലെ ആയി മാറിയിരിക്കണം. ഈ അന്തം മുട്ട കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളെ ഡോക്ടർ സിമ്പിളായിട്ട് സാധനം അറിയാം, ഡോക്ടർ കുട്ടിയെ കൊണ്ട് ഫേമസ് ആയപ്പോൾ ഡോക്ടർ കുട്ടിയെ വേണ്ട, നീ നശിച്ചു പോകുന്നൊക്കെ പറഞ്ഞ കമൻസ് കണ്ടു. എന്താണോ നിങ്ങളെ കഥ? നിങ്ങൾ ഇതൊക്കെ എഴുതുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ഡോക്ടർ കുട്ടീനെ മാനം കെടുത്തുന്നത് നിങ്ങൾ തന്നെയാണ്. കുട്ടി ഡോക്ടർ കുട്ടി ടീംസ് ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ്. വെറുതെ ദയവ് ചെയ്ത് അവർ അൺഫോളോ ചെയ്തു, ചർച്ച ചെയ്തു. ഈ കമൻറ്റിൻ്റെ കാര്യം ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് തോന്നുന്നില്ല ആരതി അങ്ങനെ ഒരു കമൻ്റ് ഇടുന്നുള്ളത്. എന്തായാലും അവർ തന്നെയാണ് പറയേണ്ടത്, ഇട്ടാക്കേ അറിയുള്ളൂ. പിന്നെ ഇത് ചർച്ചയാക്കി എടുക്കാനും ഈ വിഷയം ഒന്ന് എന്താ പറയുക, ഇതിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നടക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിൻ്റെ റീസൺ ഇത്രയുള്ള കണ്ടൻറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
ആ ഒരു കമൻറ്റ് വെച്ചിട്ട് അത് സത്യമാണ് കേട്ടോ, ആ കമൻറ്റ് എങ്ങനെയാണ് സംസാരിക്കുക, പക്ഷേ അങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ല. ഇതൊരു ഗിമ്മിക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. സീസൺ 6 തുടങ്ങാൻ പോവാണ്. സീസൺ 5 റോബിൻ കയറിയതിന് ശേഷം റോബിന് ഇതേപോലെ നമുക്കറിയില്ല കേട്ടോ, നമുക്ക് സംഭവം അറിയില്ല. റോബിൻ ഏഷ്യാനെറ്റിനായിട്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കാം. സീസൺ 6 തുടങ്ങുന്ന സമയത്ത് അവിടെയും ഇതൊരു ചർച്ചയാവണമെന്ന് വിചാരിച്ചിട്ട് ബോധപൂർവ്വം ചെയ്യല്ല എന്ന് ആര് കണ്ടു, ചെയ്യും എന്നല്ല പറയുന്നത്. ഒരു പോസിബിലിറ്റി പറയണേ, എന്നെ തെറി പറയണ്ട, നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആരുടെയും മനസ്സിൻ്റെ ഉള്ളിലല്ല നമ്മൾ ഈ കാണുന്ന, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നവരാണെങ്കിലും വീഡിയോസ് ചെയ്യുന്നവരാണ് ആരാണെങ്കിലും, നമുക്ക് ആരുടെയും ഉള്ളുകളിലും മനസ്സും കാര്യങ്ങളൊന്നും അറിയില്ല. എന്താ സംഭവം എന്നുള്ളത് നമുക്ക് സത്യാവസ്ഥ അറിയില്ല. ഒരു പോസിബിലിറ്റി ആയിരിക്കാം, ശരിക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കാം. അപ്പോൾ പിടിച്ച് അൺഫോളോ ചെയ്തായിരിക്കാം. എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ തിരിച്ച് ഫോളോ ചെയ്യാനും വയ്യ. 4 ദിവസം മുന്നേ ആരതിപ്പൊടിയിട്ട വീഡിയോക്കൊക്കെ റോബിൻ കയറി കമൻറ്റ് ഇട്ടിട്ടുണ്ട്. 4 ദിവസം മുന്നേ അത് ലൈക്കും ചെയ്തിട്ടുണ്ട്, അതിനെന്തോ മറുപടി കമൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ദിവസം മുന്നേ ഇല്ലാത്ത പ്രശ്നം പെട്ടെന്ന് ഒറ്റയടിക്ക് വോയിസ് ഡീക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഒരു കമൻറ്റുമ്പോൾ തന്നെ വീണ്ടും പറയുന്നത്. പിന്നെ ദയവ് ചെയ്ത് റോബിനെ സ്നേഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന നിങ്ങളോട് മാത്രം പറയാനുള്ളത്, വീണ്ടും ഒരു സീന് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളായിട്ട് ഈ ഒരു എന്താ പറയുക, വെറുപ്പിക്കരുത് ദയവ് ഇത്. അത് ഡോക്ടർ കുട്ടി നിങ്ങൾക്ക് ഇഷ്ടമാണ് ഡോക്ടറെ, ഭയങ്കര ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും ഇപ്പോഴും. പക്ഷേ ദയവ് ഇത് ഒരാളുടെ ഇഷ്ടം മറ്റാൾക്കുള്ള ബുദ്ധിമുട്ടാക്കി മാറ്റരുത്. വെറുതെ അതിനെ പോയിട്ട് ഈ ആർദിൻ്റെ അടിയിൽ പോയിട്ട് ആർദിപ്പൊടി എന്തോ ആയിക്കോട്ടെ, അവർ പേഴ്സണൽ ലൈഫാണ്. ഈ കമൻറ്റ് കണ്ടിട്ടൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്തിട്ടുള്ള കമൻറ്റ് കണ്ടിട്ടൊന്നും ദയവ് ചെയ്ത് ഒരു യഥാർത്ഥ ജീവിതം അതിനെ വിലയിരുത്താതിരിക്കുക. അപ്പോൾ അത്ര തന്നെയുള്ളൂ. നമ്മളതോടുകൂടി ഈ കേസ് വിട്ടു. ഇന്ന് ബിഗ് ബോസിൻ്റെ ബാക്കിയുള്ള വീഡിയോസുമായിട്ട് വരാം. അടിപൊളി കിടുക്ക പ്രൊമോക്കെ വന്നിട്ടുണ്ട്. ലാലേട്ടൻ അടിപൊളിയായിട്ടുണ്ട്, ചുള്ളനായിട്ട് വന്നിട്ടുണ്ട്. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ഓക്കെ, ബൈ.